ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ LDF ആണ്. നമ്മൾ നിഷ്പക്ഷമായി കാണുന്നതാണ്. ഇപ്പം നമ്മളെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയുണ്ട്, അത് നിലവിൽ വരണം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവിടുത്തെ ഇടതും വലുതും ഒക്കെ. ഒരു വ്യത്യാസമില്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ LDF ആണ്. നമ്മൾ നിഷ്പക്ഷമായി കാണുന്നതാണ്. ഒരു പാർട്ടി യോജിപ്പോ വിയോജിപ്പോ മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണിയുടെ വിജയമാണ് നമുക്ക് വേണ്ടത്. ആ മുന്നണി അധികാരത്തിൽ വന്നുകൊണ്ട് ഫാസിസം ഇവിടെ ഉണ്ടാക്കി തീർത്തിരിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, കരി നിയമങ്ങളുണ്ട്, അതൊക്കെ തുടച്ചു മാറ്റി ഇവിടുത്തെ സമാധാന ജീവിതവും ഭരണഘടനയുടെ നിലനിൽപ്പും ഒക്കെ നിലനിർത്തണം. അതിനുള്ള യജ്ഞമാണ് എല്ലാവരും ചെയ്യേണ്ടത്. BJP വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയും കൂടുതൽ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നത് LDF-ഉം CPM-ഉം ആണെന്നാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ BJP-യുടെ ഈ ഫാസിസത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മുസ്ലിങ്ങളാണ്, പിന്നെ ക്രിസ്ത്യാനികളാണ്, മറ്റേത് കമ്മ്യൂണിസ്റ്റാണ് എന്നവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസത്തോട് സന്ധിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അവരുടെ നിലപാട് അതാണ്. ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് അവർ കാണുന്നത് മുസ്ലിങ്ങളെയാണ്. ഇന്നലെ മോഡിയുടെ ഒരു പ്രസംഗമുണ്ട്, നമ്മളൊക്കെ കേട്ടതാണല്ലോ. മുസ്ലിങ്ങൾ ഇവിടെ രാജ്യം കൈയടക്കാൻ പോവുകയാണ്, സ്വത്തുക്കളെ കൈയടക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുള്ള വർഗീയമായിട്ടുള്ള ശക്തമായ പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നടപടികൾ വേണ്ടതല്ലേ? അതിനെതിരെ CPM ആണ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അതെ, ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് CPM ആണ്. ഈ കോൺഗ്രസിൽ നിന്ന് ധാരാളം ആളുകൾ BJP-യിലേക്ക് പോകുന്നുണ്ട്. അതിലൊരു ആശങ്ക സംസ്ഥയ്ക്കുണ്ടോ? കോൺഗ്രസ് ഒരു മതേതര സ്വഭാവമായി നിലനിൽക്കുന്നു, ലീഗ് അവരോടൊപ്പമാണ് നിൽക്കുന്നത്. അതിലൊരു ആശങ്ക സംസ്ഥയ്ക്കുണ്ടോ? അതിലാശങ്ക സമസ്തക്ക് മാത്രമല്ലല്ലോ, അങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ നമുക്ക് തകർക്കേണ്ടത് ഈ ഫാസിസമാണ്. അതിനെ പിന്തുണക്കുന്ന എല്ലാവരോടും നമുക്ക് എതിർപ്പുണ്ട്. അത് പിന്നെ ആരായിരുന്നാലും ശരി, അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. തുറന്നു പറയുകയാണ് ഉമർ ഫൈസി.